എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷനും കരുവന്നൂരും വരെ. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നാണ്? ഇങ്ങനെ പറയിക്കണമായിരുന്നു എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണൻ, ആ രാധാകൃഷ്ണന്റെ തൊപ്പി തെറിച്ചത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. ആര് വിചാരിച്ചിട്ടാണ് നടന്നത് എന്നും ആർക്കും അറിയില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് കൂടി ആർക്കും അറിയില്ല. നമ്മൾ മറക്കാത്ത പേരുകളിൽ ഒന്നാണ് സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് അടക്കം അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് പി രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പുറത്താക്കിയതിലൂടെ വെളിവായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് നടത്തിയ കെട്ടുകഥകളുടെ നിജസ്ഥിതി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് രാധാകൃഷ്ണനെ പുറത്താക്കിയത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ നിജസ്ഥിതി എന്താണോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. കേരളത്തെ ഇളക്കി മറിച്ച സ്വർണ്ണക്കടത്ത് കേസിന്റെ തിരക്കഥ മുഴുവൻ രചിച്ചത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിട്ടതും ഇ ഡിയും കസ്റ്റംസും സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പുലബന്ധം പോലും ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നതും തിരക്കഥയുടെ രൂപത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അതിലൊന്നായിരുന്നല്ലോ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് എന്ന് പറയപ്പെടുന്നത്. എന്ത് സംഭവിച്ചു ലൈഫ് മിഷൻ കേസിന്? അപ്പോൾ ഈ ലൈഫ് മിഷൻ കേസിൽ നിന്ന് ലഭിച്ച പണമാണ് ശിവശങ്കറിന്റെ ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്ന് ഇ ഡി ഒരിടത്ത് പറഞ്ഞപ്പോൾ മറ്റൊരിടത്ത് സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ചതായിരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ കൈക്കൂലി കേസിലാണ് രാധാകൃഷ്ണൻ പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുങ്ങിയത് എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ്.